ഹായ് ഓൾ, എല്ലാവർക്കും സീൻ ബൈ സീൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 14ാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് വരുന്ന യങ്ങിനെ ടീ പിടിച്ചു നിർത്തുന്നത് കാണിച്ചുകൊണ്ടാണ്. ടീ അവളോട് പലതും പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ചിത്രശലഭത്തിന് 3 ജോഡി ചിറകുകളുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു പിന്ന് മാത്രമേ ഉള്ളൂ. അത് അമ്മ പ്രത്യേകം പറഞ്ഞുണ്ടാക്കിപ്പിച്ചതാണെന്നാണ് യങ് അവനോട് പറയുന്നത്. ഞാനെങ്ങോട്ടും ഓടിപ്പോകുന്നൊന്നുമില്ല, അതുകൊണ്ട് എൻ്റെ പിന്നാലെ വരരുതെന്ന് പറഞ്ഞ് യങ് അവിടെ നിന്നും പോകുവാണ്. ടേ അപ്പോൾ തന്നെ മാനേജർ ലിയോട് എങ്ങനെയൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി വിളിച്ച് പറയുന്നുണ്ട്. ടേ ചേട്ടനെ ചെന്ന് നോക്കുമ്പോൾ ചേട്ടൻ കിച്ചണിലെ ടേബിളിനടിയിൽ ഒളിച്ചിരിക്കുകയാവും. ടേ ചേട്ടനോട് അവിടെ നിന്നും പുറത്തിറങ്ങാൻ പറയുന്നുണ്ടെങ്കിലും അമ്മയെ കൊന്ന ചിത്രശലഭം എൻ്റെ പിന്നാലെയും വന്നു, അതെന്നെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ വീണ്ടും പാനിക്കാകുവാണ്. അത് ചേട്ടൻ പറഞ്ഞതുപോലെയുള്ള അമ്മ ചിത്രശലഭമോ കുഞ്ഞു ചിത്രശലഭമോ ഒന്നുമല്ല, 3 ജോഡി ചിറകുകളുള്ള മറ്റൊരു ബട്ടർഫ്ലൈ ആണ്. ഗാർഡനിൽ അങ്ങനത്തെ ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ടെന്ന് ടേ പറയുമ്പോൾ, എന്നിട്ട് ഞാനിതുവരെ ഒരെണ്ണത്തെ പോലും കണ്ടിട്ടില്ലല്ലോ എന്നാണ് ചേട്ടൻ ടേയോട് പറയുന്നത്. അത് ചേട്ടന് ബട്ടർഫ്ലൈസിനെ പേടിയായതുകൊണ്ട് ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല എന്ന് ടേ പറയുന്നത് കേൾക്കുമ്പോൾ ചേട്ടന് കുറച്ചൊക്കെ സമാധാനമാകുവാണ്. ചേട്ടൻ ടാബ്ലിൻ്റെ അടിയിൽ നിന്നും പുറത്തേക്ക് വരുന്നതും ഇനി ബട്ടർഫ്ലൈസിനെ കണ്ടാൽ ഓടിയൊളിക്കില്ലെന്ന് ചേട്ടൻ എനിക്ക് പ്രോമിസ് ചെയ്തതല്ലേ എന്ന് ടേ ചേട്ടനോട് ചോദിക്കുന്നുണ്ട്. ഞാനങ്ങനെ പറഞ്ഞിരുന്നു, പക്ഷെ ബട്ടർഫ്ലൈസിനെ കാണുമ്പോഴെല്ലാം എനിക്ക് തലവേദന വരുവാണ്. നീ ഒന്ന് സഹായിച്ചാൽ ഞാൻ ആ പേടി മറികടന്നോളാം എന്നാണ് ചേട്ടൻ അവനോട് പറയുന്നത്. യൂറിയുടെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നതും ചേട്ടനെ അവരുടെ അടുത്താക്കി ടേ യങ്ങിൻ്റെ അടുത്തേക്ക് പോകുവാണ്. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഡോക്ടർ ഒരു ബിസിനസ് ട്രിപ്പിന് പോയതായിരുന്നു. തിരിച്ചു വരുമ്പോഴാണ് അയാൾ ഇതെല്ലാം അറിയുന്നത്. ഡോക്ടറും ടേയും ചേർന്ന് അവിടുത്തെ CCTV പരിശോധിക്കുന്നുണ്ട്. അതിൽ നേഴ്സ് പാർക്കിനെ കാണുന്നതും ഡോക്ടർ ആകെ ഷോക്ക് ആകുവാണ്. വീട്ടിലെത്തുന്നതും യങ് വേഗം ബേസ്മെന്റിലെ ടേബിളിൽ ഉണ്ടായിരുന്ന അവളുടെ അമ്മയുടെ ആ ബട്ടർഫ്ലൈ പിന്നെ നോക്കുന്നുണ്ടെങ്കിലും അതവിടെ കാണാനുണ്ടാകില്ല. കുറച്ചു ദിവസം മുമ്പ് വരെ അതവിടെ ഉണ്ടായിരുന്നു എന്നത് അവൾക്ക് നല്ല ഓർമ്മയുണ്ടാകും. അവളുടെ അമ്മ അവിടെ വന്നിട്ടുണ്ടെന്ന് യങ്ങിന് അപ്പോൾ തന്നെ മനസ്സിലാകുവാണ്. ഡോക്ടർ ടേയോട് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം 20 വർഷം നേഴ്സ് പാർക്ക് അവിടെ ജോലി ചെയ്തിട്ട് പോലും അവരെങ്ങനെയുള്ള ഒരാളാണെന്ന് ഒരു സൈക്കാട്രിസ്റ്റായ അയാൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. ഞാൻ എത്രയും പെട്ടെന്ന് അവളെ കണ്ടെത്താൻ പോലീസിനോട് പറയാം. അതുവരെ നീ ചേട്ടൻ്റെയും യങ്ങിൻ്റെയും കൂടെ നിന്നാൽ മതിയെന്നാണ് ഡോക്ടർ അവനോട് പറയുന്നത്. യങ്ങിൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അവളുടെ അമ്മ അയാളെ വീണ്ടും കാണാൻ വേണ്ടി പോയിരുന്നു. എല്ലാ തെറ്റും ഏറ്റു പറഞ്ഞതിന് ശേഷം ഇനി എനിക്ക് ജീവിതത്തിൽ പശ്ചാത്തപിക്കാൻ ഒന്നുമില്ലെന്ന് അയാൾ പറയുന്നത് കേട്ട് യങ്ങിൻ്റെ അമ്മക്കാകെ ദേഷ്യം വരുവാണ്. സ്നേഹിച്ച പെണ്ണിനെയാണ് നിങ്ങൾ കൊന്നത്, അതുകൊണ്ട് സമാധാനത്തോടെ മരിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല. 20 വർഷമാണ് ഞാൻ ഈ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നത്. എത്രയും കാലം ഞാൻ എന്തിനാ നിങ്ങളെ വെറുതെ വിട്ടതെന്നറിയാമോ? നിങ്ങളിങ്ങനെ നരകിച്ച് മരിക്കുന്നത് കാണുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷമാണ് എനിക്ക് എന്ന് പറഞ്ഞ് അവര് പൊട്ടിച്ചിരിക്കുവാണ്. ഇത് കാണുമ്പോൾ എങ്ങനെയൊന്നും ചെയ്യരുതെന്നാണ് അവളുടെ അച്ഛൻ അയാളോട് പറയുന്നത്. അവളെ ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് വളർത്തിയത്, പക്ഷെ ഈ ഇടയായുള്ള അവളുടെ സ്വഭാവം എനിക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. കുട്ടികൾ അമ്മമാര് പറയുന്നത് കേട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണോ അതെടുത്തങ്ങ് മാറ്റിവെക്കണം. അപ്പോൾ അവർ വീണ്ടും നമ്മളെ അനുസരിക്കാൻ തുടങ്ങുമെന്നവർ പറയുന്നതും അവരെയൊന്നും ചെയ്യരുത് പ്ലീസ് എന്നൊക്കെ എങ്ങനെ അച്ഛൻ പറയുന്നുണ്ടെങ്കിലും അയാളോട് ഒരു ഗുഡ് ബൈ പറഞ്ഞ് അവരവിടെ നിന്നും പോകുവാണ്. പോകുന്ന വഴിക്ക് CCTV നോക്കി ഒരു സൈക്കയെ പോലെ എങ്ങനെ അമ്മ ചിരിക്കുന്നുമുണ്ട്. ടേ പറഞ്ഞതുപോലെ തന്നെ മാനേജർ ലീ എങ്ങിന്റെ വീട്ടിലേക്ക് പോകുവാണ്. അയാൾ ചെന്ന് നോക്കുമ്പോൾ അവൾ മുടി ചീകിക്കൊണ്ടിരിക്കുവായിരിക്കും. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് യങ് പറയുന്നതും മാനേജർ ലീ അവിടെ നിന്നും പോകുവാണ്. അയാൾ അപ്പോൾ തന്നെ ടേയെ വിളിച്ച്, അവളൊട്ടും ഓക്കെയല്ല, എനിക്ക് അവളെ കണ്ടിട്ടാകെ പേടിയാകുന്നുണ്ട്. നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് എന്താ സംഭവിച്ചതെന്ന് പറ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ്. ചേട്ടൻ അങ്ങോട്ട് വരുമ്പോൾ ചേട്ടൻ കുറച്ചു ദിവസം ജേസുവിന്റെ കൂടെ നിൽക്കാമോ എന്ന് ടേ ചേട്ടനോട് ചോദിക്കുന്നുണ്ട്. അതെന്തിനാ, നിങ്ങൾ രണ്ടുപേരും വീണ്ടും വഴക്കുണ്ടാക്കിയോ എന്നാണ് ചേട്ടൻ അവനോട് തിരിച്ചു ചോദിക്കുന്നത്. തല്ലുണ്ടാക്കുന്നതിനേക്കാളും നല്ലത് ഉമ്മ കൊടുക്കുന്നതാണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല എന്ന് ചേട്ടൻ ചോദിക്കുമ്പോൾ ഞാനെല്ലാം ശരിയാക്കിയതിനു ശേഷം ചേട്ടനെ വിളിക്കാമെന്നാണ് ടേ ചേട്ടനോട് പറയുന്നത്. അവിടുന്ന് മാറിയാൽ ഹോസ്പിറ്റലിലെ മറ്റൊരു ഡോക്ടർ നേഴ്സ് പാർക്കിനെ അന്വേഷിക്കുമ്പോൾ അവർ 5 ദിവസത്തേക്ക് ലീവ് എടുത്തിരിക്കുവാണെന്നാണ് അവിടുത്തെ മറ്റൊരു നേഴ്സ് ആ ഡോക്ടറോട് പറയുന്നത്.
യൂറി ബട്ടർഫ്ലൈയെ വരച്ചത് ആരാണെന്ന് അറിയാൻ വേണ്ടി CCTV പരിശോധിക്കുമ്പോൾ അതിലെ ഫയൽസ് എല്ലാം ആരോ മാറ്റിയിട്ടുണ്ടാകും. ആ സമയത്ത് അങ്ങോട്ടേക്ക് വരുന്ന ഡോക്ടർ ആ വീഡിയോ ഫയലെല്ലാം ഒരാൾക്ക് അയക്കാൻ വേണ്ടി ഞാനതെല്ലാം എന്റെ പെൻഡ്രൈവിലേക്ക് മാറ്റിയെന്നാണ് യൂറിയോട് പറയുന്നത്. എന്നിട്ട് അവളോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് യൂറിയെ അവിടെ നിന്നും വിളിച്ചുകൊണ്ട് പോകുവാണ്. നേഴ്സ് പാർക്കിന്റെ റെസിഗ്നേഷൻ ലെറ്റർ റെഡിയാക്കാൻ വേണ്ടി ഡോക്ടർ അവളോട് പറയുന്നുണ്ട്. യൂറി അതിന്റെ കാരണം ചോദിക്കുന്നുണ്ടെങ്കിലും അതിനീ വൈകാതെ തന്നെ അറിയുമെന്നാണ് ഡോക്ടർ യൂറിയോട് പറയുന്നത്. ഡോക്ടറെ കാണുമ്പോൾ തന്നെ അങ്ങേരൊട്ടും ഓക്കെ അല്ലെന്ന് യൂറിക്ക് മനസ്സിലാകുന്നുണ്ട്. സാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ എന്റെ അമ്മയുടെ കൂടെ ഇരുന്ന് ബിയറടിച്ച് സംസാരിച്ചോളൂ എന്നാണ് യൂറി ഡോക്ടറോട് പറയുന്നത്. യൂറിയുടെ അമ്മയും ഡോക്ടറും ഒരുമിച്ച് പഠിച്ചവരായിരിക്കും. പഠിക്കുന്ന സമയത്ത് അയാൾക്ക് യൂറിയുടെ അമ്മയോട് ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും സങ്കടം വരുന്ന സമയത്ത് ഡോക്ടർ യൂറിയുടെ അമ്മയുടെ കൂടെ ഇരുന്ന് വെള്ളമടിച്ചിരുന്നു അത് പറയാറാണ് പതിവ്. അതുകൊണ്ടാണ് യൂറി അയാളോട് അങ്ങനെ പറയുന്നത്. എന്റെ ജോലി ഉടനെ തന്നെ പോകും, അപ്പോൾ അത് ഇഷ്ടം പോലെയാകാമല്ലോ എന്നാണ് ഡോക്ടർ ഇതിന് അവളോട് മറുപടി പറയുന്നത്. ടേ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ മാനേജർ ലീ അവനെയും കാത്ത് അവിടെ ഇരിക്കുന്നുണ്ടാകും. ടേ ഹോസ്പിറ്റലിൽ നടന്നതിനെ കുറിച്ചെല്ലാം അയാളോട് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നതും അയാൾ പക വട്ടുപിടിക്കുവാണ്. നിന്റെ അമ്മയെ കൊന്നത് എങ്ങനെ അമ്മയാണെന്ന് അറിഞ്ഞിട്ട് പോലും ഇനിയും നീ അവളുടെ കൂടെ നിൽക്കാൻ പോകുവാണെന്ന് മാത്രം എന്നോട് പറയരുതെന്നാണ് മാനേജർ ലീ അവനോട് പറയുന്നത്. എങ്ങനെക്ക് എങ്ങ് മാത്രമാണ് അവളുടെ അമ്മയെക്കുറിച്ചൊന്നും ഞാൻ ആലോചിക്കുന്നില്ല എന്നാണ് ടേ അയാളോട് പറയുന്നത്. മാനേജർ ലീ എങ്ങനെ അമ്മയെക്കുറിച്ച് ടേക്ക് പറഞ്ഞു കൊടുക്കുവാണ്. അവര് വലിയൊരു ഡോക്ടർ കുടുംബത്തിലാണ് ജനിച്ചത്. പക്ഷെ എന്തോ കാരണം കൊണ്ട് 3-ാം വർഷം മെഡിക്കൽ പഠനം ഉപേക്ഷിച്ച് നോവൽ എഴുതാൻ ആരംഭിച്ചു. കല്യാണം കഴിഞ്ഞതോടെ കുടുംബവുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് അവർ ഈ കോട്ടയിലേക്ക് താമസം മാറി. എങ്ങനെ 10 വർഷമായിട്ട് എനിക്ക് അറിയാമെങ്കിൽ പോലും അവളുടെ ഫാമിലിയെ കുറിച്ച് എനിക്ക് ഇത്ര മാത്രമേ അറിയൂ. അവളുടെ കുട്ടിക്കാലം വളരെ മോശം പിടിച്ചതായിരുന്നു. അവളുടെ അമ്മ മരിച്ചതിനു ശേഷം പബ്ലിക്കേഷൻ കമ്പനിയിലുള്ളവർ വ്യാപകനില്ലാതെ അവളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരുന്നു. അവർക്ക് വേണ്ടിയിരുന്നത് അവളുടെ അമ്മ എഴുതിയ അവസാന പുസ്തകത്തിന്റെ പബ്ലിഷിംഗ് റൈറ്റ് ആയിരുന്നു എന്ന് അയാൾ പറയുമ്പോൾ ആ പുസ്തകത്തിന് എന്തു പറ്റിയെന്ന് ടേ അയാളോട് ചോദിക്കുന്നുണ്ട്. അതൊരിക്കലും പബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ അതിന്റെ ഫൈനൽ ഡ്രാഫ്റ്റ് കാണാതായി എന്നാണ് മാനേജർ ലീ ടേയോട് പറയുന്നത്. ടേ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ എങ്ങനെ അവിടെയൊന്നും കാണാനുണ്ടാകില്ല. അവൻ ബേസ്മെന്റിൽ ചെന്ന് നോക്കുമ്പോൾ അവൾ അവിടെ അവരുടെ പഴയ ഫാമിലി ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുവായിരിക്കും. എന്റെ അമ്മയാണോ നിന്റെ അമ്മയെ കൊന്നത്? ചേട്ടൻ ഇത്രയും കാലം പേടിച്ചിരുന്ന ആ ബട്ടർഫ്ലൈ എന്റെ അമ്മയാണോ എന്ന് എങ്ങ് ടേയോട് ചോദിക്കുന്നുണ്ടെങ്കിലും ടേ ഒന്നും പറയാനാകാതെ നിൽക്കുവാണ്. നീ എപ്പോഴാ ഇതിനെ കുറിച്ച് അറിഞ്ഞതെന്ന് അവൾ ചോദിക്കുമ്പോൾ കുറച്ചു നാളായി എന്നവൻ പറയുന്നത് കേൾക്കുന്നതും അവൾ പൊട്ടിക്കരയുവാണ്. അവൾ അവിടെ നിന്നും പോകുമ്പോൾ ടേ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നീ ഒരിക്കലും നിന്റെ അമ്മയെ പോലെയല്ല. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ വിട്ടുപോകാൻ പോകുന്നില്ല. എനിക്ക് ഞാൻ കുട്ടിക്കാലം മുതൽ സ്നേഹിച്ച ആ പെൺകുട്ടി മാത്രമാണെന്നവൻ പറയുമ്പോൾ എങ്ങവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പക്ഷെ നിന്റെ മനസ്സിനുള്ളിൽ ശരിക്കും അങ്ങനെയല്ല എന്നാണ് യങ് അവനോട് പറയുന്നത്. ഇത് കേൾക്കുന്നതും ടേ അവളുടെ കൈ വിടുവാണ്. കാരണം അവൾ പറഞ്ഞത് സത്യമായിരിക്കും. സ്വന്തം അമ്മയെ കൊന്നത് സ്നേഹിക്കുന്ന പെണ്ണിന്റെ അമ്മയാണെന്ന് അറിയുമ്പോൾ ആർക്കും അത് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ലല്ലോ. യങ് റൂമിൽ ചെന്നിരുന്ന് പൊട്ടിക്കരയുവാണ്. ചേട്ടൻ ജേസുവിന്റെ വീട്ടിൽ നൂഡിൽസ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ടേ ചേട്ടനോട് നുണ പറഞ്ഞതായിരിക്കും. അവർക്ക് 2 പേർക്കും ചേർന്ന് പഞ്ചാര അടിച്ചിരിക്കാനാണ് ചേട്ടനെ ഇങ്ങോട്ടേക്ക് അവർ പറഞ്ഞയച്ചതെന്നൊക്കെ ജേസ് ചേട്ടനോട് പറയുന്നുണ്ട്. എന്നാൽ ചേട്ടൻ മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. അങ്ങനെയല്ല, യങ് ശരിക്കും പേടിച്ചിരുന്നു. കൂടാതെ അവളുടെ മുഖത്തൊരു സങ്കടവും ഉണ്ടായിരുന്നു. അവൾ എന്തിനാകും സങ്കടപ്പെട്ടതെന്നാണ് ചേട്ടൻ ജേസുവിനോട് ചോദിക്കുന്നത്. അന്ന് രാത്രി എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് യൂറി മാനേജർ ലീയെ അവളുടെ മുറിയിലേക്ക് വിളിക്കുന്നുണ്ട്. എന്താ കാര്യമെന്ന് അയാൾ ചോദിക്കുമ്പോൾ രാവിലെ ഹോസ്പിറ്റലിൽ നിന്നും പോയത് മുതൽ ഒരു പന്ത് കേട് തോന്നിയിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല എന്ന് അവൾ പറയുന്നത് കേൾക്കുമ്പോൾ ടേയെ കുറിച്ചാണ് അവൾ സംസാരിക്കുന്നതെന്ന് മനസ്സിലാകുന്നതും അയാൾക്കാകെ വല്ലാതാകുവാണ്. നിനക്കിതുവരെ മതിയായില്ലേ? എത്ര കാലമെന്ന് വെച്ചാ നീ ഇങ്ങനെ അവന്റെ പുറകെ തന്നെ നടക്കുക? ശരിയാണ്, അവനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്കും വിഷമം തോന്നാറുണ്ടെന്നൊക്കെ അയാൾ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ എങ്ങനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്നാണ് യൂറി അയാളോട് പറയുന്നത്. ഇത് കേൾക്കുന്നതും അവൾക്കിപ്പോൾ ടേയെ ഇഷ്ടമല്ല എന്ന് മനസ്സിലാകുന്നതും മാനേജർ ലീ അപ്പോൾ തന്നെ യൂറിയെ പ്രപ്പോസ് ചെയ്യുവാണ്. എന്നാൽ യൂറിയൊന്നും പറയുന്നില്ലെങ്കിൽ പോലും
അവൾക്കും അയാളെ ഇഷ്ടമാണെന്ന് മാനേജർ ലീക്ക് മനസ്സിലാകുന്നുണ്ട്. യങ്ങാണെങ്കിൽ ഭക്ഷണമൊന്നും കഴിക്കാതെ റൂമിൽ തന്നെ ഇരിക്കുവാണ്. ടേ ഡോറിന് പുറത്തിരുന്നു കൊണ്ട് അവളോട് സംസാരിക്കുന്നുണ്ട്. ഇതറിഞ്ഞപ്പോൾ നിന്നെ പോലെ തന്നെയായിരുന്നു എൻ്റെ അവസ്ഥയും. ഞാനും ആകെ തകർന്നു പോയിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് മാത്രം സംഭവിക്കുന്നതിൽ എനിക്കും ഒരുപാട് ദേഷ്യം തോന്നി. പക്ഷെ നിന്നെ കാണുമ്പോഴും നീ എന്നോട് ചിരിക്കുമ്പോഴും മറ്റൊന്നിനെക്കുറിച്ചും ഞാൻ ആലോചിക്കാറില്ല. ഈ കാര്യത്തിൽ നമ്മൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ടേ എങ്ങനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുവാണ്. പിറ്റേന്ന് രാവിലെ എങ്ങിന്റെ അമ്മയെക്കുറിച്ച് ടേ അവളോട് പറയുന്നുണ്ട്. നിന്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടെന്നവൻ പറയുന്നതും ഹോസ്പിറ്റലിൽ നിന്നും ഓടി രക്ഷപ്പെട്ട ആ പേഷ്യന്റ് ആണോ എൻ്റെ അമ്മ എന്നാണ് അവനോട് തിരിച്ചു ചോദിക്കുന്നത്. അല്ല, അത് നേഴ്സ് പാർക്കായിരുന്നു എന്നവൻ പറയുന്നത് കേൾക്കുന്നതും അവരാകാൻ ഒരു വഴിയുമില്ല. 20 വർഷത്തോളം കഴിഞ്ഞെന്ന് എനിക്കറിയാം. എന്നാലും മുഖം മുഴുവനും ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്താൽ പോലും എൻ്റെ അമ്മയെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ടേയോട് പറയുന്നത്. നിന്റെ അച്ഛനും ഡോക്ടറിനും അവരെ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം. പക്ഷെ അവർക്ക് പോലും അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നവൻ പറയുമ്പോഴാണ് നേഴ്സ് പാർക്കിനെ കുറിച്ച് ആലോചിക്കുന്നത്. 20 വർഷത്തോളം അവരെത്ര വിദഗ്ധമായിട്ടാണ് എല്ലാവരെയും പറ്റിച്ചത്. ബേസ്മെന്റിലുണ്ടായിരുന്ന ബട്ടർഫ്ലൈ പിന്നും കാണാതായിരിക്കുന്നു. അതിനർത്ഥം അമ്മ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, നമ്മുടെ തൊട്ടടുത്തു തന്നെ. അവർ നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുവായിരുന്നു. നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്നും പോകണം, ഇറങ്ങിപ്പോക്കോ എന്നൊക്കെ പറഞ്ഞ് അവള് പേടിച്ചലറുവാണ്. നിന്നെ ഇവിടെ ഒറ്റക്കാക്കി ഞാൻ ഒരിക്കലും പോകില്ല എന്ന് ടേ അവളോട് പറയുമ്പോൾ, നിനക്കൊരിക്കലും എന്നെ അമ്മയുടെ അടുത്തു നിന്നും രക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ചേട്ടനെയും കൂട്ടി ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്ക്. ഇറങ്ങിപ്പോ ഇവിടെ നിന്നൊക്കെ പറഞ്ഞ് വീണ്ടും പാനിക്കാകുമ്പോൾ ടേ അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുവാണ്. രാവിലെ ആയിട്ടും ടേ വിളിക്കാത്തത് കാണുമ്പോൾ ചേട്ടൻ അവനെ വിളിച്ചു നോക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങളിതുവരെ വഴക്ക് പറഞ്ഞ് തീർത്തില്ലേ എന്ന് ചേട്ടൻ ചോദിക്കുമ്പോൾ തീരെ സുഖമില്ല എന്ന് പറഞ്ഞ് ടേ പൊട്ടിക്കരയുവാണ്. ചേട്ടൻ പേടിക്കേണ്ട, അവൾക്ക് പെട്ടെന്ന് തന്നെ സുഖമായിക്കോളും എന്ന് പറഞ്ഞ് ടേ ഫോൺ കട്ട് ചെയ്യുവാണ്. ജേസ് ടേക്കും എങ്ങിനുമുള്ള ഫുഡുമായി വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ചേട്ടനും അവനോടൊപ്പം പോകുവാണ്. യൂറിയുടെ അമ്മയെ കൊണ്ട് ചേട്ടൻ വേണ്ടി കഞ്ഞിയൊക്കെ ഉണ്ടാക്കിപ്പിക്കുന്നുണ്ട്. വീട്ടിലെത്തുന്നതും ചേട്ടൻ വേഗം കഞ്ഞിയും കൊണ്ട് അടുത്തേക്ക് ഓടുവാണ്. അമ്മയെ കുറിച്ച് അന്വേഷിക്കാൻ പോലീസുകാര് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. ചേട്ടനെ കാണുന്നതും വേഗം മുഖം തിരിക്കുവാണ്. കുറ്റബോധം കൊണ്ട് അവൾക്ക് ചേട്ടനെയൊന്ന് നോക്കാൻ പോലും കഴിയുന്നില്ല. അവള് ചേട്ടനോട് സോറിയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾ എന്തിനാ സോറി പറയുന്നതെന്ന് പോലും ചേട്ടന് മനസ്സിലാകുന്നില്ല. അവള് വീണ്ടും വീണ്ടും എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ, ഈ കഞ്ഞി കുടിക്കുവാണേൽ നിന്നോട് ഞാൻ ക്ഷമിക്കാമെന്ന് ചേട്ടൻ അവളോട് പറയുവാണ്. അത് കേൾക്കുന്നതും കഞ്ഞി കുടിക്കുന്നുണ്ട്. കരയുമ്പോൾ ചേട്ടൻ അവളുടെ കണ്ണുനീര് തുടച്ചു കൊടുക്കുവാണ്. ഹോസ്പിറ്റലിൽ നടന്നതിനെ കുറിച്ചെല്ലാം അറിയുമ്പോൾ ജേസു ടേയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ചേട്ടനോട് ഇതിനെ കുറിച്ചൊന്നും പറയരുതെന്നും ടേ അവനോട് പ്രത്യേകം പറയുന്നുണ്ട്. കൊണ്ട് കഞ്ഞിയൊക്കെ കുടിപ്പിച്ച് ചേട്ടൻ ടേയുടെ അടുത്തേക്ക് പോകുവാണ്. ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും ചെയ്തിരുന്നോ എന്ന് ചേട്ടൻ അവനോട് ചോദിക്കുന്നുണ്ട്. അവൾ എന്നോട് സോറി പറഞ്ഞോണ്ടേ ഇരിക്കുവായിരുന്നു. കഞ്ഞി കുടിച്ചാൽ ക്ഷമിക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൾ കഞ്ഞി മുഴുവനും കുടിച്ചു. അതുകൊണ്ട് ഞാൻ അവളോട് ക്ഷമിച്ചു എന്ന് ചേട്ടൻ പറയുന്നത് കേൾക്കുമ്പോൾ ടേ കരയുവാണ്. നിനക്കും എന്താ സുഖമില്ലേ എന്ന് ചോദിച്ച് ചേട്ടൻ അവനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുവാണ്. ജേസുവും ചേട്ടനും അപ്പോൾ തന്നെ തിരിച്ചു പോകുവാണ്. ടേ അവരെ യാത്രയാക്കിയതിനു ശേഷം വീട്ടിലേക്ക് കയറുന്നതിനിടയിൽ ഡോറിന്റെ അടുത്തുള്ള ഒരു പാക്കേജ് അവന്റെ കണ്ണിൽ പെടുന്നുണ്ട്. അവനത് തുറന്നു നോക്കുമ്പോൾ ഒരു പുസ്തകമായിരിക്കും അതിനുള്ളിൽ. അവൻ ആ പുസ്തകം വായിച്ചു നോക്കുമ്പോൾ അതിന്റെ അവസാന പേജിൽ ഒരു നോട്ട് ഉണ്ടായിരിക്കും. അത് അമ്മ എഴുതിയതാകും. നിന്റെ ഒരേ ഒരു പരാജയം ഈ പുസ്തകമായിരുന്നു. പക്ഷെ നീ എഴുതിയ പുസ്തകങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. എല്ലാ പരാജയങ്ങളും മറന്നു കളയേണ്ടതാണെന്നാണ് അവരതിൽ എഴുതിയിട്ടുണ്ടാവുക. പരാജയം എന്നവരുദ്ദേശിച്ചത് കുറിച്ചായിരിക്കും. അവളെ കൊല്ലാനാകും അവര് തീരുമാനിച്ചിരിക്കുന്നത്. അവിടുന്ന് മാറിയാൽ അവളുടെ ഡ്രോവറിനടിയിൽ നിന്നും ഒരു പാക്കേജ് എടുക്കുന്നതാണ് കാണിക്കുന്നത്. അത് തുറന്നു നോക്കുമ്പോൾ അത് അവളുടെ അമ്മ എഴുതിയ മർഡർ ഓഫ് ദ വിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിന്റെ മാനേജറിൽ കാണാതായെന്ന് പറഞ്ഞ ഫൈനൽ ഡ്രാഫ്റ്റ് ആയിരിക്കും. അവൾ അപ്പോൾ തന്നെ അന്ന് സ്റ്റെയറിൽ നിന്നും തള്ളിയിട്ട് ആ റിപ്പോർട്ടറിനെ വിളിച്ച് മർഡർ ഓഫ് ദ വിച്ച് എന്ന പുസ്തകം ഈ പബ്ലിക്കേഷൻസ് പുറത്തിറക്കാൻ പോകുവാണെന്ന ന്യൂസ് അയാളോട് പറയുവാണ്. രാവിലെ ഈ ന്യൂസ് കാണുന്ന അസിസ്റ്റന്റ് മാനേജർ ലീയെ വിളിച്ചു നിർത്തി കാര്യം പറയുന്നുണ്ട്.
അപ്പോഴേക്കും ആ ന്യൂസ് മീഡിയാസ് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടാകും. മാനേജർ ലീ വീണ്ടും പെട്ടുപോകുവാണ്. അയാൾ അപ്പോൾ തന്നെ എങ്ങനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ സമയം ചേട്ടന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. ചേട്ടൻ പുറത്ത് ചെന്ന് നോക്കുമ്പോൾ അത് നേഴ്സ് പാർക്ക് ആയിരിക്കും. അവരാണ് എങ്ങിന്റെ അമ്മയെന്ന് ചേട്ടൻ അറിയില്ലല്ലോ. ചേട്ടൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചേട്ടന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും ചേട്ടൻ ആ കോൾ എടുക്കാത്തത് കാണുമ്പോൾ ആകെ പേടിയാകുവാണ്. അവൻ അപ്പോൾ തന്നെ കാറുമെടുത്ത് ജേസുവിന്റെ വീട്ടിലേക്ക് പോകുവാണ്. വീണ്ടും വീണ്ടും ചേട്ടന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും ചേട്ടൻ അറ്റൻഡ് ചെയ്യുന്നില്ല. മാനേജർ ലീ അപ്പോഴേക്കും എങ്ങിന്റെ വീട്ടിലെത്തിയിട്ടുണ്ടാകും. നീ എന്തിനാ അങ്ങനെ ഒരു ന്യൂസ് കൊടുത്തതെന്ന് അയാള് എങ്ങിനോട് ചോദിക്കുന്നുണ്ട്. എന്റെ അമ്മയെ എങ്ങനെ എന്റെ മുന്നിലെത്തിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നാണ് അവള് മാനേജർ ലീയോട് പറയുന്നത്. നിന്റെ അമ്മ എന്നെ വിളിച്ചിരുന്നു, ആ ഫൈനൽ ഡ്രാഫ്റ്റ് കൊണ്ടുവരാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അയാൾ പറയുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി, ഞാൻ തനിച്ചു പോയി അവരെ കണ്ടോളാമെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും മാനേജർ ലീ അതിന് സമ്മതിക്കുന്നില്ല. അയാൾ അവിടെയും കൂട്ടി അവിടെ നിന്നും പോകുവാണ്. സത്യത്തിൽ എങ്ങിന്റെ അമ്മ അയാളെ വിളിച്ചിട്ടൊന്നും ഉണ്ടാകില്ല. ആ ന്യൂസ് കാണുമ്പോൾ തന്നെ എങ്ങിന്റെ അമ്മ അവളെ തേടി വരുമെന്ന് ടേക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അവൻ എങ്ങനെ അവിടെ നിന്നും ദൂരേക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാൻ മാനേജർ ലീയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക. ജേസുവിന്റെ വീട്ടിൽ പോയി നോക്കുമ്പോൾ ചേട്ടൻ അവിടെ എങ്ങും ഉണ്ടാകില്ല. ആ സമയത്ത് ചേട്ടന്റെ ഫോണിൽ നിന്നും അവനൊരു കോള് വരുന്നുണ്ട്. അത് എടുത്തു നോക്കുമ്പോൾ അത് എങ്ങിന്റെ അമ്മയായിരിക്കും. നീ ഇപ്പോഴും നിന്റെ ചേട്ടനെ തേടി നടക്കുവാണോ എന്നവർ ചോദിക്കുന്നത് കേൾക്കുന്നതും ചേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഒരിക്കലും നിങ്ങളോട് ക്ഷമിക്കാൻ പോകുന്നില്ല എന്നാണ് അവരോട് പറയുന്നത്. തെറ്റു ചെയ്തവരാണ് ക്ഷമ ചോദിക്കാറ്, ഞാനതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നാണ് എങ്ങിന്റെ അമ്മ ടേയോട് തിരിച്ചു പറയുന്നത്. അവരുടെ സംസാരത്തിലൊന്നും കുറ്റബോധത്തിന്റെ ഒരു കണിക പോലും ഉണ്ടാകില്ല. ഞാൻ എവിടേക്കാ വരേണ്ടതെന്ന് അവൻ ചോദിക്കുമ്പോൾ ശപിക്കപ്പെട്ട കോട്ടയിലേക്ക് വരാനാണ് അവർ ടേയോട് പറയുന്നത്. മാനേജർ ലീയോട് എവിടെ വെച്ചാണ് നിങ്ങൾ അമ്മയെ കാണുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അയാൾ കറക്റ്റ് ഒരു പ്ലേസ് പറയാതെ നമ്മൾ എത്താറായി എന്നാണ് അവളോട് പറയുന്നത്. അയാളുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എങ്ങനെ മനസ്സിലാകുന്നുണ്ട്. അവൾ അയാളോട് വണ്ടി നിർത്താൻ വേണ്ടി പറയുമ്പോൾ നീ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകരുതെന്നാണ് മാനേജർ ലീ അവളോട് പറയുന്നത്. ഇത് കേൾക്കുന്നതും അവൾക്കെല്ലാം മനസ്സിലാകുവാണ്. അവിടെ തനിച്ചാണ്. അവൻ ഒരിക്കലും അമ്മയെ ഒറ്റയ്ക്ക് നേരിടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൾ സ്റ്റിയറിംഗ് പിടിച്ചു തിരിക്കുന്നതും മാനേജർ ലീക്ക് വണ്ടി നിർത്തേണ്ടി വരുവാണ്. വണ്ടിയിൽ നിന്നും ഇറങ്ങി ടേയുടെ അടുത്തേക്ക് ഓടുവാണ്. എങ്ങിന്റെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അവളുടെ അമ്മ അവരുടെ പുതിയ ഫാമിലി ഫോട്ടോ നോക്കിക്കൊണ്ട് നിൽക്കുവാകും. ചേട്ടൻ അവിടെ സോഫയിൽ മയങ്ങി കിടക്കുന്നുണ്ടാകും. അവൻ ചേട്ടന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ചേട്ടനെ എണീപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ചേട്ടൻ എണീക്കുന്നില്ല. ഇത് കാണുന്നതും ആ സ്ത്രീ പൊട്ടിച്ചിരിക്കുവാണ്. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുവാണ്.